ആരോ എന്തോ ചോദിച്ചോ, ഞാൻ കേട്ടില്ല കേട്ടോ. മറിയം ആണ് ചോദിച്ചത്. മറിയം ഉത്തരം കേട്ടോന്നറിയില്ല. ഓക്കെ, നമുക്ക് വിഷയം ഇവിടെ മുഹമ്മദ് യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഞാനത് പറയുന്നതിന് മുമ്പ് ജാമിദ ടീച്ചർ പറഞ്ഞൊരു സംഗതി ഉണ്ട്, അതായത് സാലിമിന് പാൽ ചുരത്തിയ സംഭവം. ഇപ്പൊ ഈ വിഷയത്തെ കുറിച്ചിട്ടല്ല സംസാരിച്ചത്, മുതിർന്നവരുടെ മുലകുടിയെ കുറിച്ചിട്ടല്ല സംസാരിച്ചത്. സാലിമിനെ കുറിച്ചിട്ട് ഇവിടെ ഇപ്പൊ ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. അബൂ ഹുദൈഫയുടെ വിഷയത്തെ സംബന്ധിച്ചിട്ടല്ല സംസാരിച്ചത്, ദത്ത് വിഷയത്തെ കുറിച്ചിട്ടാണ്. അത് കേട്ടില്ലെന്ന് തോന്നുന്നു. ഇത്രയും കേട്ടായിരുന്നു മറിയം ടീച്ചർ പറഞ്ഞത്? പറഞ്ഞു കേട്ടു. അതായത് ചോദിക്കാൻ വന്നത്, ടീച്ചറെ ഇത്രയും വലിയൊരു കാര്യമായത് എന്നിട്ടും ഈ മുസ്ലിം സ്ത്രീകള് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുക. അവര് പറയുന്നത് അത് ഈ ദത്ത് സമ്പ്രദായം നിർത്തലാക്കിയ ഒരു കുഴപ്പമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞുങ്ങൾക്ക് ജീവൻ കൊടുക്കുക, അല്ലെ അവരെ നോക്കുക, അവര് നല്ലതായിട്ട് ജീവിക്കുന്നത് നമുക്ക് എപ്പോഴും സന്തോഷവും, നമ്മളതല്ല എപ്പോഴും നോക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. എന്നിട്ട് എന്തുകൊണ്ടാ ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇവർക്ക് എന്നാ ഒരു ബോധം വരുന്നത്? അത് അവർക്കിനി ബോധം വരത്തില്ലേ? പിന്നെ സിസ്റ്റർ ഒന്നും കൂടി ഒന്ന് ആവർത്തിക്കാമോ? എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് പോകുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്രയും വലിയൊരു മഹത്തരമായ കാര്യമാണ് ഒരു കുഞ്ഞിനെ, അനാഥ കുഞ്ഞിനെ നോക്കുന്നതും സൊസൈറ്റിയിൽ. ഇപ്പം സിസ്റ്റർ തന്നെ പറഞ്ഞില്ലേ, ഒരു പീഡിപ്പിക്കപ്പെട്ട പെൺകൊച്ചിന് അതിനെ പുറത്തു കൊണ്ടുവന്ന് അതിനൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അപ്പൊ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സ്ത്രീകൾ ഇപ്പോഴും ഈ ഒരു ദത്ത് സമ്പ്രദായം നിർത്തലാക്കിയതൊക്കെ ജസ്റ്റിഫൈ ചെയ്തോണ്ടിരിക്കും? അവര് പറയുന്നത് കുഴപ്പമില്ല, അത് അങ്ങനാണ്, അത് വേണ്ടാന്ന് അള്ളാഹു വെച്ചു, അല്ലെങ്കിൽ പ്രവാചകൻ അങ്ങനെ തോന്നി അതുകൊണ്ട് നിർത്തലാക്കി. അപ്പൊ എന്നാ ഇവർക്ക് ഇതിനൊരു ബോധം വരുന്നത്? ഇവർക്ക് ഒരിക്കലും ഇത് ശരിയല്ല എന്നൊരു തോന്നൽ വരത്തില്ലേ? അത് വളരെ ബുദ്ധിമുട്ടാണ് സിസ്റ്ററെ. എന്താണെന്നറിയാമോ, നമ്മൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ എങ്ങനെയും നമ്മൾ ഇതിനെ ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും പെയിന്റ് അടിക്കാനും ബാധ്യസ്ഥരായി പോകും. കാരണം ഞാൻ ഇതിനകത്ത് നിന്ന സമയത്ത് ഒരു ചാനലിൽ ഞാൻ കേൾക്കുകയാണ്, ഖുർആൻ ബാലമംഗളത്തിൻ്റെ അത്ര പോലും ഗുണമില്ലാത്ത ഒരു പുസ്തകമാണെന്ന്. അന്ന് എനിക്ക് തോന്നിയത് ഈ കൊച്ചിൻ്റെ തല പിടിച്ച് ഭിത്തിയിൽ അടിക്കണമെന്ന്. എന്തുകൊണ്ട് ഈ കൊച്ചി പറയുന്നത്? നമ്മൾ പവിത്രമായിട്ട് പരിശുദ്ധമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പുസ്തകത്തെ ബാലമംഗളം എന്ന് പറയുന്ന പുസ്തകത്തിനോട് ഈ അറാംകുട്ടി ഉപമിക്കുന്നു എന്നാണ് അന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു, ഞാൻ ഇവിടെ വരെ എത്താൻ എത്ര സമയമെടുത്തോ അതിൻ്റെ 4/1 സമയമേ ആ കൊച്ചിന് ആ പുസ്തകത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ എടുത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ ഇസ്ലാമിൽ ദത്ത് സംവിധാനം നിർത്തലാക്കിയിട്ടുണ്ടോ? അത് ആദ്യം പറഞ്ഞത്. ചോദിക്കാൻ സമയം തന്ന സമയത്ത് ചോദിക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പോൾ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അതുപോലെ അഡ്മിൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശബ്ദം കണ്ടോണ്ടിരിക്കണ്ടേ, ശ്രദ്ധിച്ച് കേൾക്കി പറഞ്ഞുകൊണ്ട്. ഇപ്പോ എന്റെ ഭർത്താവിന് എന്നെ 3 തൊലാക്കും ചൊല്ലി ഒഴിവാക്കാനുള്ള ഒരു നിയമം നിർത്തലാക്കാൻ നിങ്ങൾ ആരാ എന്ന് ചോദിച്ച് അപ്പിക്കുപ്പായക്കാരികൾ പുറത്ത് ഇങ്ങനെ ഇറങ്ങി ധർണ നടത്തിയ നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അത് ചോദിക്കാൻ നരേന്ദ്രമോദി ആരാന്നാ ചോദിച്ചത്. അതിനുശേഷം നരേന്ദ്രമോദിക്ക് തന്നെ 5 സ്ത്രീകള് സുപ്രീം കോടതിയിൽ പോകുവാണ് അദാലത്തുമായിട്ട്. ഈ നിയമം നിങ്ങൾ മാറ്റണം. എൻ്റെ ഭർത്താവ് ദാ മെസ്സേജിൽ എന്നെ തൊലാക്ക് ചൊല്ലി, 100 രൂപ പത്രത്തിൽ എന്നെ തൊലാക്ക് ചൊല്ലി, എന്നെ ഫോൺ ചെയ്ത് തൊലാക്ക് ചൊല്ലി, വാട്സപ്പിൽ മെസ്സേജ് അയച്ച് തൊലാക്ക് ചൊല്ലി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകൾ സുപ്രീം കോടതിയെ സമീപിക്കുവാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ കാര്യം. ഇവർക്ക് തലയ്ക്കകത്ത് ആളുതാമസമില്ല. ഇപ്പോ സ്ത്രീകൾക്ക് ഈ വസ്ത്രം ഇത് ഫ്രീ വില്ലാണ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കയറാനേ ഫ്രീ വില്ലുള്ളൂ, തിരിച്ചിറങ്ങാൻ ഫ്രീ വില്ലില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് പറ്റില്ല. ഇപ്പൊ പെർഫ്യൂം അടിക്കുന്ന പെണ്ണ് വ്യഭിചാരിയാണ്,
ലിപ്സ്റ്റിക് ഇടുന്ന പെണ്ണ് വ്യഭിചാരിയാണ് എന്ന് പറഞ്ഞ് ഇവർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലേ? അപ്പൊ അവരുടെ ഒരു ഇടുങ്ങിയ ചിന്താഗതി എത്രമാത്രം ഉണ്ടെന്ന് നോക്കിക്കേ. എന്നെയാണ് ഈ മതം പറയുന്നത് വ്യഭിചാരിയാണ് എന്ന്. എന്തിന്റെ പേരില്? പെർഫ്യൂം അടിച്ചതിന്റെ പേരില്. അയ്യോ, ഇങ്ങനെയാണെങ്കിൽ എന്തുവാണ്? പെണ്ണിന് മാത്രമേ അടിക്കാൻ പാടില്ലാത്തുള്ളൂ, ആണ് പെർഫ്യൂം അടിച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവർക്ക് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയില്ല. ചെറുപ്പത്തിലെ തന്നെ പെണ്ണ് എന്ന് പറഞ്ഞാൽ ആണിന്റെ കാൽപാദത്തിനടിയിലാണ് അവളുടെ സ്വർഗം. ഭർത്താവിന്റെ തൃപ്തിയിലാണ് ഭാര്യയുടെ സ്വർഗം. ഭർത്താവിനോടുള്ള കടമകൾ എന്ന് പറഞ്ഞാൽ ഒരു മൂക്കിൽ നിന്ന് രക്തവും ഒരു മൂക്കിൽ നിന്ന് ചലവും ഒഴുകിയാൽ അത് നക്കി കുടിച്ചാൽ പോലും തീരില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ആ പുരുഷൻ എന്തു പറയുന്നു ആ ആ പൊട്ടക്കിണറാണ് അവരുടെ സ്വർഗം, അവരുടെ ലോകം അതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പൊ ഒരു കാലത്തും അയ്യോ നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതല്ലെങ്കിൽ ഇസ്ലാം ഇങ്ങനെയാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം സെക്സ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അസ്ല മാർലി എന്ന് പറയും. ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് തട്ടമിടണ്ട, എനിക്ക് തട്ടമിടുന്നത് ഇഷ്ടമല്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ നടക്കണം, ഞാൻ എന്ത് വേഷം വേണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, ഞാനെന്ത് ഭക്ഷണം കഴിക്കണം, ഞാനെന്ത് വസ്ത്രം ധരിക്കണം, ഞാനെന്ത് ചെയ്യണം, ഞാനെന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ മതമല്ല. പിന്നെ അപ്പൊ നിനക്ക് പഠിച്ചവനെ പേടിയില്ലേ? എനിക്ക് പഠിച്ചവനെ പേടിയില്ല, എനിക്ക് പഠിച്ചവനോട് സ്നേഹമാണുള്ളത്, പേടിയല്ല എന്ന് പറയുന്നുണ്ട്. അത് ആ പേടിയില്ല സ്നേഹമാണ് എന്ന് പറയുന്നത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അവരിൽ നിന്ന് മതം എത്രയോ ദൂരെയാണ്, വിട്ടുപോയിരിക്കുന്നു. പക്ഷെ എന്നാലും ഈ സമൂഹത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാതെ പറ്റില്ല. അല്ലാതെ മുസ്ലിം സ്ത്രീകൾക്ക് വെളിവ് വരാത്തത് കൊണ്ടോ വെള്ളിയാഴ്ച വരാത്തത് കൊണ്ടോ അല്ല. ഈ ഉസ്താദന്മാർ ഇത് പറയുമ്പോഴും പെൺകുട്ടികൾ ചുണ്ട് ചുമപ്പിക്കുന്നില്ലേ? അവർ ഫേഷ്യൽ ചെയ്യുന്നില്ലേ? അവർ കണ്ണെഴുതുന്നില്ലേ? അവർ പെർഫ്യൂം അടിക്കുന്നില്ലേ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ലേ? ഫോട്ടോ എടുക്കുന്നില്ലേ? പാട്ട് പാടുന്നില്ലേ? റീൽസ് ഇടുന്നില്ലേ? വീഡിയോ ഇടുന്നില്ലേ? ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇവർക്ക് ഈ മുസ്ലിം എന്ന ലേബൽ അവർക്ക് വേണം. കാരണം ഈ സമൂഹത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇസ്ലാമിൽ നിന്നും പുറത്തു പോയ ആളുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവർക്കറിയാം. പിന്നെ ഒരു വിഭാഗം ആളുകൾക്ക് ഭയമാണ്. അയ്യോ, ഇത് എങ്ങാനും ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി, കുടുംബത്തിൽ, സമൂഹത്തിൽ, പള്ളി കമ്മിറ്റിയിൽ, വഖഫ്, അയ്യോ മതി, അതിനേക്കാൾ നല്ലത് എൻ്റെ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ മനസ്സിൽ അങ്ങ് ആയിക്കോട്ടെ. ഇതാണ് ഇവരുടെ ഒരു ധാരണ. അതുകൊണ്ടാണ് ഒരു പരിധി വരെ ഇവരതിനെ എതിർക്കാത്തത്. ഇപ്പൊ മാതാപിതാക്കളില്ലാത്ത ഒരു ദമ്പതി, അവർക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കണമെങ്കിൽ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനാധിപത്യ ഭരണഘടനയുടെ നിയമങ്ങൾ നോക്കിയാൽ മതി. പക്ഷെ ഇവർക്കത് പോരാ. ഒരു മുസ്ലിം അല്ലേ, ഇസ്ലാമിക നിയമങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. ഇന്നിപ്പോ സുന്നി യുവജന വിഭാഗത്തിന്റെ നേതാവ് അമ്പലക്കടവ് ഫൈസി, അദ്ദേഹം പറഞ്ഞത് പെണ്ണിന് ഒരുപാട് റെസ്ട്രിക്ഷൻസാണ് പറഞ്ഞത്. ആരെങ്കിലും എവിടെയെങ്കിലും ചർച്ച ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ എഴുതിയ സ്ത്രീകൾ ഹസ്തദാനം കൊടുക്കരുത് എന്ന് തുടങ്ങിയ വലിയ രൂപത്തിലുള്ള സ്ത്രീ വിരുദ്ധതകളാണ് പറഞ്ഞതെല്ലാം. ഏതെങ്കിലും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു സ്ത്രീ വന്നിട്ട് ഇതിനെ എതിർക്കില്ല. കാരണം എന്താ? അവര് മതമല്ലേ പറയുന്നത്. മതം പഠിച്ച പണ്ഡിതന്മാര് മതം പറയും. ആ മതം ഫോളോ ചെയ്യേണ്ടവർ ചെയ്താൽ മതി, അതിനെ നിങ്ങൾ എന്തിനാ എതിർക്കാൻ പോകുന്നത്? ഇങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പോൾ ഒരു പെണ്ണിനെ വ്യഭിചാരിയാക്കാനും നല്ലവളാക്കാനും ഈ മതപണ്ഡിതന്മാരാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനിയും മുസ്ലിമിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നിട്ട് മജാമ ടീച്ചറിന്റെ കിട്ടുന്ന എല്ലാം മേടിച്ചു ചോദിച്ചു. മുസ്ലിം ദത്ത സംവിധാനം എന്നുള്ള സംഗതി അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ടോ എന്നുള്ളത്. ChatGPTയും ജെമിനിയും ഒന്നും ഇവിടെ എടുത്തുകൊണ്ട് വരരുത് മുസ്ലിമെ. നമുക്ക് വേണ്ടത് ഇസ്ലാമിലെ ആധികാരികമായിട്ടുള്ള നിയമങ്ങളാണ്. ഈ ദത്ത് സമ്പ്രദായം പ്രവാചകൻ പറഞ്ഞതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് പ്രവാചകൻ ദത്തെടുത്ത സെയ്ദ് ഇബ്നു ഹാരിസിന്റെ വിഷയവും ഖുർആൻ വചനവും കോർത്തിണക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് ദത്ത് പൂർണ്ണമായിട്ടും നിരോധിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നടപ്പിലാക്കുന്ന രീതിയെ പരിഷ്കരിച്ചിട്ടുണ്ട്, ഇല്ലെന്നില്ല. പക്ഷേ ആധുനിക ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് വേണ്ടത് ഈ രാജ്യത്തെ ഒരു നിയമമാണ്. 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമമല്ല നമുക്ക് വേണ്ടത്. ഒരു കുട്ടിയെ ദത്തെടുത്ത് ആ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കള്
ആയി നമ്മൾ മാറണം. എങ്ങനെ? നമ്മളുടെ കർമ്മം കൊണ്ടാ മാറുന്നത്. ഒരാളും ജന്മം കൊണ്ടല്ല യഥാർത്ഥ അപ്പനും അമ്മയുമാകുന്നത്, അവർ കർമ്മം കൊണ്ടാ. ഒരു പക്ഷെ ഒരു നേഴ്സ് വിചാരിച്ചാൽ നമ്മുടെയൊക്കെ പിതൃത്വം മാറ്റാൻ പറ്റും. എത്രയോ മാതാപിതാക്കൾ മക്കളോട് സ്നേഹമില്ലാത്തവരുണ്ട്, സ്നേഹിച്ചു വളർത്തിയ എത്രയോ മക്കൾ മാതാപിതാക്കളോട് സ്നേഹമില്ലാത്തവരുണ്ട്. അതിൽ പരമ്പരയ്ക്ക് എന്ത് കാര്യമാണുള്ളത്? ഈ കാലഘട്ടത്തിലും വിവാഹ ബന്ധം അതല്ലെങ്കിൽ മഹിറമാക്കപ്പെട്ട ബന്ധങ്ങൾക്ക് വേണ്ടി ദത്തിന് ഇടങ്കോലിടുന്നത് എന്തിനാണ് എന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ കുട്ടിയുടെ യഥാർത്ഥ കുടുംബ പേര് അതിനകത്ത് എന്തിരിക്കുന്നു? അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ ഒരു തറവാട് പറ, മുഹമ്മദ് നബിയുടെ പിതാവിന്റെ പേര് പറ, മുഹമ്മദ് നബിയുടെ വളർത്തച്ഛന്റെ പേര് നമുക്കറിയാം, യഥാർത്ഥ പിതാവ് ആരാ? അപ്പൊ രക്തബന്ധത്തിലുള്ള മകനാണ് എന്ന് അവകാശപ്പെടാൻ മുഹമ്മദ് നബിക്ക് ഒരു പിതാവുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഈ ദത്തിനെ സംബന്ധിച്ചിട്ട് പ്രവാചകൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? സ്വാഭാവികമായിട്ടും ആ ദത്തിനെ എതിർക്കുകയാണ് പ്രവാചകൻ ചെയ്തത്. കുട്ടികളെ സംരക്ഷിക്കുന്ന കഫാല എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ നിലവിൽ വന്നത് എന്തിനാണെന്നറിയാമോ? അനാഥരായിട്ടുള്ള കുട്ടികളെ വീട്ടിൽ താമസിപ്പിച്ചോ, അവർക്ക് വെള്ളം കൊടുത്തോ, ഭക്ഷണം കൊടുത്തോ, മികച്ച വിദ്യാഭ്യാസമോ സ്നേഹമോ ഒക്കെ കൊടുത്തോ, സ്വന്തം മക്കളെ പോലൊക്കെ തന്നെ പരിപാലിച്ചോ. പക്ഷെ നിങ്ങളാണ് പിതാവെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളെ പിതാവെന്ന് വിളിക്കുകയും വേണ്ട. അവരുടെ പേരിനോടൊപ്പം നിങ്ങളുടെ പേര് ചേർക്കേണ്ട, അത് സ്വന്തം വാപ്പയുടെ പേര് തന്നെ ചേർത്താൽ മതി. അപ്പോൾ ദത്തെടുത്ത കുട്ടിയുടെ അടുത്ത അനന്തരാവകാശത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് വരുന്നത്. എനിക്ക് 1 സെന്റ് ഭൂമിയോ 1 ഗ്രാം സ്വർണമോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു കുഞ്ഞിനെ കൈ പിടിച്ചിട്ട് ഞാൻ അനാഥാലയത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ഇടുക്കിയിലുള്ള ഒരു പെൺകുട്ടിയാണ്. പിതാവും മരിച്ചു, മാതാവും മരിച്ചു. ഉസ്താദുമാര് നിരന്തരം ശാരീരികവും മാനസികവും ലൈംഗികവുമായിട്ടുള്ള പീഡനങ്ങൾ അഴിച്ചുവിടുന്നു. അപ്പോ എന്നെ ആ കുട്ടി ഉമ്മാന്നാ വിളിക്കുന്നത്. അന്ന് എനിക്ക് ഒരു 22-21 വയസ്സുണ്ടാവും. അപ്പോ ആ കുട്ടിക്ക് അന്നൊരു 14-13 വയസ്സുണ്ട്. അപ്പോ ഞാൻ ആ കുട്ടിയെ കൈ പിടിക്കുവാണ്. എന്നെ വിട്ടിട്ട് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എന്റെ കൈയും കാലും പിടിച്ച് കരയുക. ഒരു ദത്ത് നിയമവും നോക്കിയിട്ടില്ല, ഒരു അനന്തരാവകാശ സ്വത്തിനെ കുറിച്ചും ഒന്നും ചിന്തിച്ചിട്ടില്ല. ആ കുഞ്ഞിനെ കൊണ്ടുവന്നു, നല്ലതുപോലെ സ്നേഹം കൊടുത്ത് കഷ്ടപ്പെട്ട് വളർത്തി. അതിനെ ഒരു 4-5 വർഷം കഴിഞ്ഞു, അതിനൊരു 18-19 വയസ്സായി. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉള്ളതൊക്കെ നുള്ളി പെറുക്കി കൊടുത്ത് എനിക്ക് കിട്ടാത്തതെല്ലാം കൊടുത്ത് സന്തോഷത്തോടു കൂടി ഞാൻ അതിനെ കെട്ടിച്ചു വിട്ടു. ആ കുട്ടി ഇന്നും എന്നെ ഉമ്മാന്നാ വിളിക്കുന്നത്. അന്ന് 22 വയസ്സുള്ള ഒരു പെണ്ണിനെ ഒരു 14-13 വയസ്സുള്ള പെണ്ണ് ഉമ്മാന്ന് വിളിക്കുക. അതിന് അപ്പൊ ഞാൻ പറയട്ടെ, ഇസ്ലാമിൽ ഇങ്ങനെ ഡെത്തൊന്നും ഇല്ല മോളെ, അങ്ങനെയൊന്നും ചെയ്യാൻ ഒരു നിയമവും നോക്കിയില്ല. ഇപ്പൊ വഴിയിൽ ഒരു പട്ടിക്കുട്ടി കിടക്കുന്നു, നമ്മളതിനെ അനന്തര സ്വത്ത് നോക്കിയിട്ടാണോ? അതിനോട് ദയ, സ്നേഹം, കരുണ, സഹജീവിയോടുള്ള ഒരു സ്നേഹം, ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മനുഷ്യനും പരസ്പരമുള്ള സ്നേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഈ ആധുനിക കാലഘട്ടത്തിൽ മതം കടന്നു വരേണ്ട കാര്യമില്ല. ജമാലിന്റെ അഭിപ്രായം അല്ലെ, എന്താ പറയുക, മുസ്ലിമിന്റെ അഭിപ്രായത്തില് ഇത് ദത്ത് സമ്പ്രദായം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലയോ? ദത്ത് സംവിധാനം ഉണ്ട്. അതിന് പറയുന്നത് എന്താണ്? സ്വന്തം മകനാണ് എന്നുള്ള രീതിയിൽ പറയരുത് എന്നുള്ളതാണ്. നിങ്ങൾ വളർത്തുന്നൊന്നും പ്രശ്നം. ഇപ്പൊ എന്റെ കുടുംബത്തില് ഒരു കുട്ടി, ഒരു ഹിന്ദു കുട്ടിയായിരുന്നു. അവന് ദത്തെടുത്തിട്ട് വളർത്തുന്നുണ്ട്. അവ ഇപ്പൊ ഗൾഫിലാണ്. അപ്പൊ അത് ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല. മുസ്ലിം ഞാനും ചോദിച്ചോട്ടെ, മുസ്ലിം ഇപ്പൊ പറഞ്ഞില്ലേ, എന്തോ പറഞ്ഞത്, സ്വന്തം മകനെ പോലെ നോക്കണമെന്ന്, എങ്ങനെയായിരുന്നു പറഞ്ഞേ? അല്ല, ഇപ്പൊ സ്വന്തം രക്തബന്ധത്തിൽ ഉണ്ടാകുന്ന ഒരു മകനുണ്ട്, അല്ലെങ്കിൽ മകൾ, അതുപോലെ നിങ്ങൾ പറയരുത്. ഞാൻ ചോദിച്ചത് അനുസരിച്ചിട്ട് സ്വന്തം മകനാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരെ കാണരുത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്വന്തം മകനായിട്ട് കാണാൻ പാടില്ല അല്ലേ? പിന്നെ എങ്ങനെയാണ് അത് കണ്ടാൽ എന്താ കുഴപ്പമെന്നറിയാമോ? മുസ്ലിം ഞാൻ പറഞ്ഞുതരാം. ഈ സ്വന്തം മകനായിട്ട് കണ്ടാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരും അല്ലേ? വേറൊന്നും പറയണ്ടല്ലോ. നിങ്ങളുടെ അതായത് അനാഥകളുടെ സമ്പത്ത് നിങ്ങൾ അപഹരിക്കരുത്, അത് അവർക്ക് തന്നെ കൊടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടെന്നാ നിങ്ങൾക്ക് എടുത്തോന്ന് പറഞ്ഞൂടെ? അനാഥകൾക്ക് സ്വത്തില്ലല്ലോ. അനാഥകൾക്ക് എന്താ സമ്പത്തുള്ളേ? അവർ അനാഥരല്ലേ? എന്താ മുസ്ലിമെ പറയുന്നത്? ഇനി മുസ്ലിമിനോട് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, ഖുറാനില്ലേ അതുകൊണ്ട് സ്വത്തില്ലാതിരിക്കോ? ഒരാൾക്ക് ഒരു ഉമ്മക്കും ഉപ്പക്കും ഒരുപാട് സ്വത്തുണ്ട്. ആ ഉമ്മയും ഉപ്പയും ഒരു ചെറിയ കുട്ടിയാണുള്ളത്, അവർക്ക് സ്വത്തുണ്ടാവില്ല.
മുസ്ലിം എന്താ പറഞ്ഞെന്നറിയാമോ? അനാഥരുടെ സമ്പത്താണ് അവരുടെ ഭാര്യ. അപ്പൊ മുഹമ്മദ് ആയ അവരാ ഭാര്യ അയാളെ സയ്യിദിന്റെ ഭാര്യ തട്ടിയെടുത്ത പോലെ ആ സമ്പത്തിനെ തട്ടിയെടുക്കുക, അതാണ് ഉദ്ദേശിച്ചത് തോന്നുന്നല്ലേ? മുസ്ലിം ഞാൻ പറയുന്നത് കാര്യം പറഞ്ഞത് ഈ വളരെ അനാഥകളുടെ തെറ്റാണ്. കാരണം സയ്യിദിന്റെ മുസ്ലിം കാര്യം ഞാൻ പറഞ്ഞുതരാം. മുസ്ലിം ഒരു സെക്കൻഡ് കാരണം മുസ്ലിം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് മുസ്ലിം മുസ്ലിം ഒന്ന് നിർത്ത നിക്ക് മുസ്ലിം ഒന്ന് നിർത്ത മുസ്ലിമിനെ ഒന്ന് മ്യൂട്ട് ചെയ്തേ. മുസ്ലിം ഒന്ന് നിക്ക്. അതായത് ഈ പ്രവാചകന്റെ സെയ്ദുമായിട്ടുള്ള ദത്ത് സമ്പ്രദായത്തെ എന്തുകൊണ്ടാണ് ഖുർആൻ എതിർത്തത് എന്നറിയാമോ? പ്രവാചകൻ സൈനബിനെ നോക്കിയപ്പോൾ പ്രവാചകനൊരു ആകർഷണം തോന്നി, അതിന്റെ പേരിലാണ്. അതുവരെ ദത്തിനൊരു നിയമം ഉണ്ടായിരുന്നില്ല. സൈനബിന്റെ തുണി മാറി നഗ്നത കണ്ടപ്പോൾ മാത്രമാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം തന്നെ കൊണ്ടുവന്നത്. പ്രവാചകനു വേണ്ടി പെണ്ണുങ്ങളെ യഥേഷ്ടം അവതരിപ്പിച്ചു കൊടുത്തു അല്ലാഹു. എന്തിന്? നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ, പ്രവാചകരെ താങ്കൾക്കൊരു വിഷമം ഉണ്ടാകാതിരിക്കാൻ. അപ്പോ സൈനബിനെ കണ്ടപ്പോൾ എന്തൊരു ചാരുത, എന്തൊരു സൗന്ദര്യം, ഇങ്ങനെ പറഞ്ഞ് അവരിൽ ആകൃഷ്ടനായപ്പോൾ പഠിച്ചോന് മനസ്സിലായി ഇവൻ ഇനിയിപ്പൊ പെണ്ണിനെ വിട്ടിട്ട് പോകൂല. അങ്ങനെയാണ് ഈ നിയമം വന്നത്. അവർക്ക് വിവാഹം നടത്തിയത് അതറിയില്ലേ? ചരിത്രം അറിയോ? എന്തുകൊണ്ട് സമയത്ത് ആ വിവാഹം നടത്താതിരുന്നൂടാ? അത് നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ചാലോ? അപ്പൊ സൈനബിനെയും സയ്യിദിനെയും വിവാഹം ചെയ്ത് കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. മുസ്ലിം ഒരു മിനിറ്റ്. ഈ സൈനബ് എന്ന് പറഞ്ഞത് സെയ്ദ് എന്ന് പറഞ്ഞത് ഒരു അടിമ പുരുഷനായിരുന്നു. അതുകൊണ്ട് സൈനബിന് ആ കല്യാണത്തിന്റെ തുടക്കകാലത്ത് തന്നെ താല്പര്യമില്ലാതെയാണ് കല്യാണം കഴിച്ചത്. പിന്നീട് അവരുടെ കുടുംബ ജീവിതത്തിൽ സ്വരച്ചേർച്ചകൾ ഉണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് സയ്യിദിനോട് പറഞ്ഞു, നീ വിവാഹ ബന്ധത്തിൽ നിന്നും വേർപെടരുത്. കാരണം ഇത് ഞാനാണ് നടത്തിയത്, അതായത് മുഹമ്മദ് ഒരു പ്രവാചകനാണ് നടത്തിയത്. അതുകൊണ്ട് ഈ വിവാഹ ബന്ധം വേർപെട്ടാൽ എനിക്ക് ഒരു ചീത്തപ്പേരുണ്ടാവും എന്നുള്ള ഭയം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തടഞ്ഞു. മുസ്ലിമെ ഞാനൊരു കാര്യം ആ തടഞ്ഞ കാരണത്താല് അള്ളാഹ് വചനം തന്നെ ഇറക്കി. കാരണം നീ മുസ്ലിം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് എന്തുകൊണ്ട് ജനങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല, അള്ളാനെ പേടിച്ചാ മതി. ഒരു കാര്യം കേൾക്കും മുസ്ലിമെ. അപ്പൊ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ വിവാഹം വേർപ്പെടുത്തണം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ വിവാഹം വേർപ്പെടുത്തുന്നുള്ളതാണ്. ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് സെയ്ദാണെങ്കിൽ സൈനബാണെങ്കിൽ കേൾക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ ചെവിയില്? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഉറക്കെ പറയാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചെവിക്ക് കേൾക്കാൻ അങ്ങനെ എന്തെങ്കിലും? മുസ്ലിം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, പുള്ളി ഇതിന് ഉത്തരം പറയുന്നില്ല. പുള്ളിക്ക് ചെവി കേൾക്കാത്ത ആളാന്ന്. അല്ല, ഞാൻ ചോദിച്ചത് പുള്ളിയോട് ചോദിക്കാനായിരുന്നു. പുള്ളി ചെവി കേൾക്കാത്ത ആളാണെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ചോദിച്ചു നോക്ക്, ചിലപ്പോൾ ചെവി കേട്ടെങ്കില. മുസ്ലിം കേൾക്കുന്നുണ്ടോ? നിങ്ങൾ മ്യൂട്ടാണ്. കേൾക്കുന്നുണ്ട്. ഓക്കെ. മുസ്ലിം, നിങ്ങൾക്ക് ഈ സെയ്ദിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? സെയ്ദ് എങ്ങനെ, നിങ്ങളിപ്പോ പറഞ്ഞു അടിമയായിരുന്നു എന്ന്. ശരിക്കും അടിമയായിരുന്നു? ചോദിച്ചോ ടീച്ചറെ. ഞാൻ ചോദിച്ചോട്ടെ, സയ്യിദ് ഇപ്പൊ പറഞ്ഞു സയ്യിദിന് മുഹമ്മദ് ആണോ ഈ സയ്യിദിന്റെയും സൈനബിന്റെയും കല്യാണം നടത്തി കൊടുത്തത്? മുസ്ലിം കേൾക്കുന്നുണ്ടോ? ആ വിവാഹബന്ധം വേർപ്പെടുന്ന ഭയം കാരണമാണ്. ചോദിച്ചതിന് ഉത്തരം പറയൂ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. മുഹമ്മദ് ആണോ? ഇതിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പുള്ളിക്ക് ചെവി കേൾക്കത്തില്ലേ? ചോദിച്ചതിന് ഉത്തരം പറയൂ. മുഹമ്മദ് ആണോ സയ്യിദിന്റെയും സൈനബിന്റെയും വിവാഹം നടത്തി കൊടുത്തത്? ഞാൻ ഓഡിബിൾ അല്ലേ? ഞങ്ങൾക്കൊക്കെ നല്ല വെടിപ്പായിട്ട് കേൾക്കാം. ആണല്ലേ? മുസ്ലിം ഒന്നുകൂടെ പറയും. അഹമ്മദേ, മുഹമ്മദ് ആണോ സൈനബിന്റെയും പുള്ളിയുടെയും കല്യാണം നടത്തി കൊടുത്തത്? ആണോ? ഓക്കെ, ഒരു സമയം കൊടുക്കപ്പാ, ജെമിനിയോട് ചോദിക്കട്ടെ. ആണെങ്കിൽ ഈ വിവാഹം ബ്രദറെ സെയ്ദ് ജെമിനി പറഞ്ഞു കൊടുക്കട്ടെ എന്ന് സമാധാനപ്പെട്ടെ. ജെമിനിയോട് ചോദിച്ചോണ്ടിരിക്കും. ഞാനല്ല, മുസ്ലിം ചോദിച്ചോണ്ടിരിക്കും. എനിക്ക് ജെമിനിയോട് ചോദിക്കണ്ടല്ലോ, എനിക്ക് ഖുർആനും തഫ്സീറും ഒക്കെ ഉണ്ട്. അല്ലല്ല, ഞാൻ പുള്ളിക്കാരനാണ് പറഞ്ഞു. പുള്ളി ചോദിക്കട്ടെ. ചോദിച്ചു കഴിഞ്ഞോ?
കഴിഞ്ഞ ഒന്നും പറയണേ, ചോദ്യം ചോദിക്കാനാ വെയിറ്റ് ചെയ്യുന്നേ. മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുവാണല്ലോ. ജെമിനായി പറഞ്ഞു തുടങ്ങി. ഇല്ല, ജെമിനിക്ക് ഗ്രന്ഥങ്ങളൊക്കെ തപ്പിക്കൊണ്ട് പറഞ്ഞത് കൃത്യമായിട്ട് കക്ഷിക്ക് ചോദിക്കാനും അറിയണമല്ലോ. 33:40 ഖുർആൻ പറഞ്ഞത് നബി നിങ്ങളിൽ പുരുഷന്മാരിൽ ആരുടെയും പിതാവല്ല എന്ന. അതായത് ഈ പ്രവാചകന്റെ അമ്മായിയാണ് എന്ന് പറയുന്ന സ്ത്രീയുടെ മകളാണത്രേ സൈനബ്. ഇതാര് ആരോട് പറഞ്ഞു? ഇതിന്റെ ആധികാരികത എന്താണ്? അതൊക്കെ ചോദ്യചിഹ്നമാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞത് സെയ്ദിന്റെ ഭാര്യയെ കെട്ടാൻ നബിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പൊ ഈ വചനം എന്തിനായിരുന്നു? സെയ്ദിന്റെ ഭാര്യയെ കണ്ടപ്പോൾ പ്രവാചകൻ അടുപ്പം തോന്നി എന്നത് നേരാണ്. അപ്പോ അയ്യോ എന്റെ വളർത്തുമോനല്ലേ, നാട്ടുകാർ ഇനി എന്തു പറയും, എല്ലാരും കൂടി തല്ലിക്കൊല്ലുമെന്ന് വിചാരിച്ചിട്ട് ആളൊന്ന് പേടിച്ചു എന്നത് ശരിയാണ്. അപ്പോ അള്ളാഹു ഖുർആനിലായി തിറക്കുക, മുഹമ്മദ് എന്തായിരുന്നാലും ഒരു പെണ്ണിനെ കണ്ടു മോഹിച്ചു. ഒരാദ്യ രാത്രി കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് 70,000 മലക്കുകളുടെ തോളിൽ കയറി ഇരിക്കുക സിംഹാസനത്തിൽ പടച്ചോന്റെ ജോലി തന്നെ പാതിരാത്രിയിൽ ബെഡ്റൂമുകളിൽ ഒളിഞ്ഞു നോക്കുന്നതാ. കാരണം ഭാര്യമാര് സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ, സമ്മതിച്ചിട്ടില്ലെങ്കിൽ നേരം വെളുക്കുവോളം നീ ഉരുപ്പിടിക്ക മാട്ടെ എന്ന് പടച്ചോൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണമല്ലോ. അപ്പോ പടച്ചോൻ ആയിത്തെറുക്കാണ്, വളർത്തു മകൻ മമ്മദേ സ്വന്തം മോനെ പോലെ അല്ല. നീ ഇതൊന്നും മനസ്സിലാക്ക്. ഖുർആൻ നബി ഭാര്യമാർ എല്ലാ വിശ്വാസികളുടെയും ഉമ്മയാണ് എന്ന് പറഞ്ഞു. അപ്പോ നബി വാപ്പയാകണ്ടേ? മറിയം സിസ്റ്ററെ, നിങ്ങൾ എനിക്ക് അമ്മയാകുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് എനിക്ക് അപ്പനാകണം. ഇതൊരു പ്രകൃതി നിയമമാ. ഇവിടെ നബിക്ക് ശേഷം മറ്റാരും ഈ പെണ്ണുങ്ങളെ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള സകലമാന ഇസ്ലാം മതവിശ്വാസികൾക്കും അമ്മയാക്കി കൊടുത്തു. എന്ത്? 16 വയസ്സുള്ള സമയത്താണ് ആയിഷയുടെ ഭർത്താവായിട്ടുള്ള 53-കാരനായ മുഹമ്മദ് മരിക്കുന്നത്. 63-കാരൻ 53-ലാണ് കെട്ടിയത്. അങ്ങനെ വരുമ്പോൾ 6 വയസ്സിൽ കെട്ടിയ പെണ്ണിന് 16 വയസ്സ്. അതിനെ ആരും കെട്ടരുത് എന്ന് അല്ലാഹു ആയത്തിറക്കി. 33 എവിടെങ്കിലും പരാതി ഉള്ളതായിട്ട് ചരിത്രം. ആയിഷയ്ക്ക് പരാതി ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടത്തെ വിഷയം. ഇപ്പോഴാണ് മുസ്ലിമിന് ഓഡിയബിൾ ആയത്. അത് പറ. വ്യക്തിയുടെ പരാതി കേട്ടാൽ അല്ല, വ്യക്തിയുടെ പരാതി അല്ല ഇവിടത്തെ വിഷയം. ഈ കാലഘട്ടത്തിൽ ഇതെങ്ങനെ മാതൃകയാക്കുമെന്നുള്ളതാണ് ചോദ്യം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇവിടെ തെളിവ് സഹിതം കൊണ്ടുവരണം, അല്ലാതെ വളവള പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിമേ, അയ്യോ ഓഡിയൻസ്, നമ്മുടെ അഡ്മിൻ ഒന്ന് ഇടപെടെ. ഞാൻ ഖുർആൻ ഇൻഡെക്സ് അല്ലേ പറഞ്ഞത്? 33-53 റെഫറൻസ് അല്ലേ? 33-40 റെഫറൻസ് അല്ലേ? അവിടെ അടങ്ങിയിരിക്കും മുസ്ലിമേ, റെഫറൻസ് അല്ലേ? ഞാനിപ്പോ ഛർദിക്കാൻ പോണത് അത്രയും. വെറുതെ എനിക്ക് ഒന്നും പറയാനില്ലല്ലോ. അല്ല, ഞാൻ ഇടപെടുകയാണ്. മുസ്ലിം, നിങ്ങൾ ഖുർആനെ നിങ്ങൾക്കറിയില്ല. ഈ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം, അതായത് ഇസ്ലാമിൽ ദത്തെടുക്കൽ അത് ഹറാമാണോ എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത്രയ്ക്ക് ഞാൻ വിശ്വസിക്കുന്ന രീതിയിൽ അല്ല. ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അവിടെ ജൈവികമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് സ്വന്തം രക്തബന്ധം പോലെ കാണുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് സിസ്റ്റർ പ്ലീസ് ഒരു മിനിറ്റ്. മുസ്ലിം എന്തു ചിന്തിക്കുന്നു, മുസ്ലിം എന്തു വിചാരിക്കുന്നു, മുസ്ലിം എന്തു വിശ്വസിക്കുന്നു എന്നതല്ല ഇവിടത്തെ ആധികാരികത. ഖുർആനും തഫ്സീറുകളും ഹദീസുകളുമാണ്. അത് വെച്ചിട്ടാണ് താങ്കൾ ഒന്നിന്റെ മാനവികത തെളിയിക്കേണ്ടത്. ഞാൻ തള്ളുന്നു എന്നല്ലേ പറഞ്ഞത്? പറഞ്ഞു തരാം. പ്രവാചകൻ അതുവരെ എല്ലാ വിശ്വാസികൾക്കും മാതൃകാ പുരുഷോത്തമനായിരുന്നല്ലോ. എന്തേ അതിനു മുമ്പ് തന്നെ ദത്ത് അങ്ങോട്ട് നിർത്തലാക്കാൻ പാടില്ലായിരുന്നോ? ഈ പെണ്ണിനെ കണ്ട് മോഹം ജനിക്കുമ്പോൾ തന്നെ ഒരായത്തിറക്കാൻ പറ്റുള്ളായിരുന്നോ? ആലിമുൽ ഗൈബി വശഹാദ, അദൃശ്യജ്ഞാനിയായ പടച്ച റബ്ബിനെ. അപ്പൊ മുഹമ്മദ് നബിക്ക് പറയാൻ വാനലോകത്തൊരു സാങ്കല്പിക പടച്ചവൻ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ ഇഷ്ടങ്ങൾ സാധൂകരിച്ചു കൊടുക്കാൻ, ദൈവിക വെളിപാട് എന്ന രൂപത്തിൽ ഇറക്കി കൊടുക്കാൻ അവിടെ ഒരു ഡെമോ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തരാം. തൊബിരി 8ാം വാള്യത്തിന്റെ 4ാമത്തെ പേജ്. മുഹമ്മദ് ഒരു ദിവസം സെയ്ദിനെ അന്വേഷിച്ച് സെയ്ദിന്റെ വീട്ടിലെത്തുന്നു. ശിരോവസ്ത്രം കൊണ്ട് വാതിൽ മറച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ കാറ്റുകൊണ്ട് ആ ശിരോവസ്ത്രം പാറിപ്പോകുന്നു. സൈനബ് അവളുടെ മുറിയിൽ
വിവസ്ത്രയായിരിക്കുകയായിരുന്നു. കർട്ടൻ മാറിയപ്പോൾ അവരുടെ നഗ്നത വെളിവായെന്ന്. ഇത് കണ്ട മുഹമ്മദിന് അവളെക്കുറിച്ച് ആഗ്രഹം മനസ്സിൽ കയറി. അതിനുശേഷം അള്ളാഹു സെയ്ദിന്റെ മനസ്സിൽ നിന്നും സൈനബിനോടുള്ള താല്പര്യമില്ലാതെയാക്കി. തൊബരിയെ നിഷേധിക്കുന്നുണ്ടോ? ജാമിദ എവിടെയാ തള്ളിയത്? ആദ്യം പറഞ്ഞത് ഖുർആനിന്റെ 2 വചനം, അത് ഖുർആൻ തള്ളാണോ? രണ്ടാമത് പറഞ്ഞത് ഇമാം തൊബരിയുടെ വിശദീകരണം, ഖുർആൻ വ്യാഖ്യാനം, തഫ്സീർ. അള്ളാഹുവിന്റെ ദൂതൻ സെയ്ദിന്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ സെയ്ദിനെ പ്രവാചകൻ ഇവിടെ കാണാൻ കഴിയുന്നില്ല. സെയ്ദിന്റെ ഭാര്യയായിട്ടുള്ള സൈനബ് അദ്ദേഹത്തെ എതിരേൽക്കാൻ വേണ്ടി എഴുന്നേറ്റു. അവൾ പകുതി വസ്ത്രമേ ധരിച്ചിരുന്നുള്ളൂ. അവൾ വളരെ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും അവളിൽ അള്ളാഹുവിന്റെ ദൂതനോടുള്ള ഒരു അടുപ്പം ഉയരുകയും ചെയ്തു അത്രേ. അത് കണ്ടിട്ട് നബി എന്തൊരു ചാരുത, എന്തൊരു സൗന്ദര്യം എന്ന് പരസ്യമായിട്ട് ആ പെണ്ണിനെ നോക്കി അവർക്കൊരു നമുക്ക് എന്താണ് ഒരു കോംപ്ലിമെന്റ് ഒക്കെ കൊടുത്തിട്ട് കക്ഷി പോയി. ഹൃദയങ്ങളെ ചഞ്ചലിപ്പിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന് മഹത്വം ഉണ്ടാകട്ടെ എന്നാണ് ഇമാം അത്തുബരി 8-1 8-ാം വാള്യത്തിന്റെ 1-ാമത്തെ പേജിൽ അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നുണ്ട്. സെയ്ദ് മുഹമ്മദിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രവാചക അങ്ങന്റെ ഭവനത്തിൽ വന്നതായി അറിഞ്ഞു. എന്തുകൊണ്ടാണ് ഉള്ളിൽ പ്രവേശിക്കാതിരുന്നത്? താങ്കളുടെ അവളോടുള്ള മതിപ്പ് അവളിൽ ആവേശമുണർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുന്നു. ഈ ഭാഗം നിങ്ങൾക്ക് ജെമിനി തരില്ല, ചാറ്റ് GPT നിങ്ങൾക്ക് തരില്ല. കാരണം എന്താ? അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഡേറ്റാസ് ഉണ്ട്. അനുഭവം കാരണം എന്താ വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്ന് വാദിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ പറഞ്ഞ്, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, പെണ്ണിനെ ചോദിച്ചോ, ഈ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണുങ്ങളെ ചോദിച്ചോ, അത് തരാം, പക്ഷെ നീ പ്രവാചകത്വം വാദിക്കരുത്. തെളിവ് വെക്കൂ. എവിടെ പറഞ്ഞു? അഡ്മിൻ ഇടപെടൂ. എവിടെ പറഞ്ഞു? എവിടെ പറഞ്ഞു? തെളിവ് എവിടെ? മുസ്ലിമെ ചോദിച്ചതിനും തെളിവുണ്ടോ ഈ പറഞ്ഞതിന്? തെളിവ് ഈ കാര്യങ്ങളൊക്കെ ഇസ്ലാമിക ചരിത്രങ്ങൾ വിളിച്ചു പറയുന്ന സംഗതികളാണ്. ചരിത്രത്തിലാണ് അങ്ങനെ. പിന്നെ എന്തിനാ തെളിവാണ്ടി? ഇത് ഏതൊരു മുസ്ലിമിനും അറിയാത്തതല്ല. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ നാട്ടിലുള്ള ആളുകളാ ചോദിച്ചത്. വലിയ വലിയ തലതൊട്ടപ്പന്മാരെ ചോദിച്ചു, നിനക്ക് ഏത് പെണ്ണിനെ വേണമെങ്കിലും തരാം. അവിടെ വരെ തള്ളിയവരാണ് പിന്നെ ഈ ഒരു പെണ്ണിനും വേണ്ടിയിട്ട് ഇത് ചെയ്യോ? നിങ്ങൾ വിമർശകരെ അതാണ് പറഞ്ഞത്. ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാരെ എന്താണെന്നറിയോ മുസ്ലിം? നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ മുഹമ്മദിനെ വളരെ നല്ല പെർഫെക്റ്റ് വ്യക്തിയായിട്ട്, മാനവരും മഹോന്നതനായിട്ട് ഒക്കെ കാണിക്കുന്ന ഒരു വേർഷനാണ് നിങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളത് പഠിച്ചത് കൊണ്ട് നിങ്ങളത് വിശ്വസിക്കുന്നു. നിങ്ങൾ തബരി വോള്യം 8 വായിച്ചിട്ടുണ്ടോ? തബരി ഇസ്ലാമിക് ചരിത്രകാരനാണ്, അല്ലെങ്കിൽ സീറത്തുൽ റസൂലല്ല. ഇത് ഈ ഭാഗങ്ങളൊക്കെ കണ്ടാല്, ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടാല് നിങ്ങൾ മുഹമ്മദിനെ തുപ്പും. ലീ സിസ്റ്റർ, ഞാൻ ഒന്ന് ഇടപെടുകയാണെ. ലീ സിസ്റ്റർ ഒരു മിനിറ്റ്. ഈ സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 5254 ഹദീസ് മുസ്ലിം കാണാനിടയില്ല, ഇനിയും കാണാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിലേക്ക് അസ്മാ ബിന്തു നുഅ്മാൻ എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ടുവരുന്നു. അവരാരാ? ജൗനിന്റെ പുത്രി എന്നാണ് ഹദീസ് പറയുന്നത്. ജൗനിന്റെ പുത്രി. അപ്പോൾ അവളോട് പറയുവാണ്, നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കുക. അപ്പോ ആ പെണ്ണ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, തഹബുൽ മൽക്കത്ത് നഫ്സഹാ ലിസൂഖത്ത്, ചന്തപ്പട്ടി. ഒരു രാജ്ഞി അവൾക്ക് അവളുടെ ശരീരം ഒരു ചന്തപ്പട്ടിക്ക്, ഒരു ചന്തപ്പയ്യന്, സൂക്കത്ത് അങ്ങാടിപ്പയ്യൻ, കാലിപ്പയ്യൻ, അവന് സമർപ്പിക്കുകയോ എന്ന് ചോദിച്ചിട്ട്, നഊദു ബില്ലാഹി മിൻഹാ, ഞാൻ നിന്നിൽ നിന്നും എന്റെ പടച്ച റബ്ബിനോട് ശരണം തേടുന്നു എന്നാ പറഞ്ഞത്. അവിടെ ഏത് പെണ്ണാണ് ശരീരം പ്രവാചകന് ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി നിന്നത്? ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. പിന്നെ ഏത് പെണ്ണാണ്? പെണ്ണ് വേണമെങ്കിൽ പെണ്ണ് തരാം, അധികാരം വേണമെങ്കിൽ അധികാരം തരാം. റെഫറൻസ് വെക്കണം. എവിടെ, ആര്, എപ്പോൾ, ഏത് ഗ്രന്ഥത്തിൽ, ആരോട് പറഞ്ഞു, ആര് റിപ്പോർട്ട് ചെയ്തു, ഏത് പുസ്തകം? ധൈര്യമായിട്ടല്ലേ ഞാൻ റിപ്പോർട്ട് ചെയ്തത്, അല്ലേ?
ഓക്കെ, നിങ്ങൾക്ക് ഏത് ഗ്രന്ഥത്തിലും കിട്ടിയതാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണത്? സത്യത്തെ മറച്ചു പിടിക്കുക ചെയ്യുന്നത്. നിങ്ങൾ വിമർശകരുടെ വാക്കുകൾ മാത്രമാണ് ഇവിടെ വളർന്നത് അല്ലേ? ബുഖാരി ഇസ്ലാം വിമർശകനാണോ? തൊബരി ഇസ്ലാം വിമർശകരാണോ? ജലാലൈനി ഇസ്ലാം വിമർശകരാണോ? അമാനി മൗലവി തഫ്സീർ എഴുതിയ ആളാണ്, ഇസ്ലാം വിമർശകനാണോ? ആദ്യമായിട്ട് മലയാളത്തിലേക്ക് ഖുർആൻ പരിഭാഷ എഴുതുന്നത് CN അഹമ്മദ് മൗലവി. ഇവരൊക്കെ ഇസ്ലാം വിമർശകരാണോ? ആദ്യം മുസ്ലിം നിങ്ങൾ ഈ പേരു മാത്രം ഇട്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? താങ്കൾ ഒരു മുസ്ലിം മാതാപിതാക്കളുടെ മകനായിട്ട് ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു എന്നതിന്റെ പേരിൽ മാത്രമാണ്. ഇസ്ലാമിന്റെ ബേസിക് നോളജ് പോലും നിങ്ങൾക്കില്ല. നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് തന്നെ യൂസ്ലെസ് ആണ്. ടൈമും എഫേർട്ടും ഒക്കെ വേസ്റ്റ് ആക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഇത് കേൾക്കുന്നവർക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇത്രയും എഫേർട്ട് ഇട്ട് വാലിഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസുകൾ ഇട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. എല്ലാ മുസ്ലിങ്ങളും പറയുന്നു, അവര് പറയുന്നു, ഇവര് പറയുന്നു. നമുക്ക് ആധികാരികമായിട്ടുള്ള തെളിവല്ലേ വേണ്ടത്? പെണ്ണ് വേണമെങ്കിൽ പെണ്ണ് തരാം, അധികാരം വേണമെങ്കിൽ അധികാരം തരാം. ആരോട് പറഞ്ഞു? പെട്ടെന്ന് ജമിനോട് ചോദിച്ചിട്ട് എടുക്ക്. ഓക്കെ, മുസ്ലിം പറയുന്നതിനൊന്നും മുസ്ലിമിന്റെ കയ്യിൽ തെളിവില്ലല്ലോ അല്ലെ? ഓക്കെ, അത് മുസ്ലിം പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്നതാണ്. ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ടുവരാൻ കൊണ്ടുവരുന്നുണ്ട്. ഈ സാറാമ്മ എന്ന് പറയുന്നത് ആരാ? ഹലോ, മൈക്കെടുത്താ? എന്തായാലും ചോദിക്കാൻ വന്നതാണോ ജാമിദ ടീച്ചറോട്? അച്ഛൻ ഒരു മിനിറ്റ്. തസ്നീം അല്ല ചോദിക്കാൻ വന്നതാണോ ജാമിദ ടീച്ചറോട്? മൈക്ക് എടുത്തോളൂ. ഓക്കെ, ഒന്നുമില്ല, ജാമിദ ടീച്ചറെ തുടർന്നോളൂ, ആരും ചോദിക്കാനില്ല. അപ്പം ഇമാം അത്തൊബരിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അതല്ലാതെ പ്രവാചകനെ മോശമാക്കി കാണിക്കണമെന്നൊന്നും നമുക്ക് യാതൊരു താല്പര്യവുമില്ല. ഖുർആൻ വചനങ്ങളും ഹദീസും അതുപോലെ അതിന്റെ ഇന്റർപ്രിട്ടേഷൻസും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ പിന്നെ ഇമാം തൊബരി റിപ്പോർട്ട് ചെയ്യുന്ന 7ാം വോള്യത്തിൽ 1-ാമത്തെ ഭാഗം നോക്കിയാലും നിങ്ങൾക്കത് കിട്ടും. പിന്നെ ഈ വിവാഹ കാര്യം അറിഞ്ഞ ആയിഷ അസ്വസ്ഥയാകുന്നതും തൊബരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആയിഷയ്ക്ക് അറിയില്ലായിരുന്നോ നബിക്ക് പെണ്ണ് വേണമെങ്കിൽ പെണ്ണ്, അധികാരം വേണമെങ്കിൽ അധികാരം, ഇതെല്ലാം വെച്ചു കൊടുക്കാൻ പടച്ചവൻ തൽപരനായിരുന്നെന്ന്? സെയ്ദ് അവളെ ഉപേക്ഷിച്ചു, അവൾ സ്വതന്ത്രയായി. തൊബരി പറയുവാ, അള്ളാഹുവിന്റെ ദൂതൻ ആയിഷയോട് സംസാരിക്കുമ്പോൾ ഒരു മോഹാലാസ്യം അദ്ദേഹത്തിൽ വന്നു. അത് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരാണ് സൈനബിന്റെ അടുത്ത് പോയി പറയുക ഈ സന്തോഷ വാർത്ത? അള്ളാഹു അവളെ എനിക്ക് വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു. ഖുർആനിൽ വചനം ഇറങ്ങുക. ശേഷം പ്രവാചകൻ അതിനെക്കുറിച്ചിട്ടുള്ള ഖുർആൻ വചനങ്ങൾ മുഴുവനും ചൊല്ലി. അപ്പൊ ആയിഷ ചിരിച്ചുകൊണ്ട് അവിടെ നിപ്പുണ്ട്. 16 വയസ്സുകാരിയല്ലേ, അന്ന് 16 ഇല്ല. അപ്പൊ ആയിഷ പറഞ്ഞു, അവളുടെ സൗന്ദര്യത്തെ കുറിച്ച് കേട്ട ആ വാർത്ത ഞാൻ വളരെ അസ്വസ്ഥതയോടുകൂടിയാണ് കേട്ടത്. അള്ളാഹു തന്നെ നേരിട്ട് അവളെ വിവാഹം ചെയ്തു കൊടുത്തതും. അപ്പോ ആയിഷ പറയാണ്, അവൾ ഇനി അത് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ആത്മപ്രശംസ നേടുമെന്ന്. തൊബിരി 8ാം വാള്യത്തിന്റെ 3. ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ ഉണ്ടല്ലോ, യാതൊരു ലോജിക്കുമില്ലാത്ത ഈ 6ാം നൂറ്റാണ്ടിൽ വന്ന് കോട്ടിട്ടിട്ട് ആധുനിക കാലഘട്ടത്തിലെ ജനങ്ങളോട് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ വന്ന് ന്യായീകരിക്കേണ്ടി വരുന്ന മുസ്ലിമിനെ പോലെയുള്ള വിശ്വാസികളുടെ ഗതികേട് ഇവിടെ എടുത്തു പറയുക തന്നെ ചെയ്യണം. ലോകത്തിന് മുഴുവനും മാതൃകയായിട്ടുള്ള റഹ്മത്തല്ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യം, പിന്നെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഉത്തമ മാതൃക, ഇങ്ങനെ അവകാശപ്പെടുന്ന ആള് വളർത്തുമകന്റെ വീട്ടിൽ പോലും സ്വസ്ഥമായിട്ട് വിശ്വസിച്ച ആളെ കയറ്റാൻ പറ്റത്തില്ല എന്നല്ലേ ഈ മനസ്സിലാകുന്നത്? അല്ലേ? 6 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആ മുസ്ലിമിന് സംസാരിക്കാൻ സമയം തന്നപ്പോൾ മിണ്ടാതിരുന്നു. ഇതെന്റെ സമയമാണ്, ഇതെന്റെ സമയമാണ്. സൈനബിന് പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഞാൻ അത് ഉത്തരത്തിലേക്ക് വരാം. അടങ്ങ് മാധവ, അടങ്ങ്. 6 വയസ്സുള്ള കുഞ്ഞുങ്ങളുള്ള സുഹൃത്തുക്കൾക്ക് വിശ്വസിച്ച് തന്റെ വീട്ടിൽ പ്രവാചകനെ കയറ്റാൻ പറ്റുമായിരുന്നില്ല. കാരണം ഉടനെ തന്നെ ആ കുഞ്ഞിനെ കെട്ടാൻ ചോദിക്കും. ശരി, 6 വയസ്സാണോ? മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കണ്ടാൽ പോലും കുറച്ചുകൂടി ഇവൾ വളരുമ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ കെട്ടുമെന്ന് അങ്ങോട്ട് പറയും. എല്ലാ കുഞ്ഞുങ്ങളെ പോലും ലൈംഗികമായി മാത്രം ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി,
9 വയസ്സുള്ള കുഞ്ഞിനെ ഭോഗിച്ചാലും ഡസൻ കണക്കിന് അടിമകളെ ഭോഗിച്ചാലും ഇനി ഇതിനേക്കാൾ വലിയ പോക്രിത്തരങ്ങൾ കാണിച്ചിരുന്നാലും ശരി, തലച്ചോറ് ചെറിയ പ്രായത്തിലെ ഉസ്താദിന്റെ കാലിന്റെ ഇടയിൽ കൊണ്ടുപോയി പണയപ്പെടുത്തിയാൽ ഒരു ഉളുപ്പും ഇല്ലാതെ അതിനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിന്റെ ആവശ്യമില്ല. ഉള്ളതുപോലെ തന്നെ പറയണം. എന്നിട്ട് താല്പര്യം, അതായത് സെയ്ദിന് സൈനബിനോടുള്ള താല്പര്യം ഇല്ലാതാക്കി പോലും. എന്തിന്? കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പെണ്ണിനെ കണ്ടപ്പോൾ ഇങ്ങേർക്ക് കാമം തോന്നി. ഫ്രീ വില്ല് കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന ഖുർആനിലെ പടച്ച റബ്ബിനെ ഒരാളുടെ ഭാര്യയോടുള്ള ഇഷ്ടം ഭർത്താവിന് നഷ്ടപ്പെടുത്തുന്നത് തെണ്ടിത്തരമാണ്. മതമന്ദബുദ്ധികളായിട്ടുള്ള വിശ്വാസികൾ ഒഴികെ അരിയാഹാരം കഴിക്കുന്നവർ, നമ്മൾ മാത്രമേ അരിയാഹാരം കഴിക്കത്തുള്ളൂ വേണ്ട, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ഏതു മനുഷ്യനും മനസ്സിലാകും ഈ വചനം ആരിറക്കി, ആർക്കു വേണ്ടി ഇറക്കി, ആരുടെ താല്പര്യത്തിന് വേണ്ടി ഇറക്കി എന്ന് ആരും പറയാതെ നമുക്കറിയാം. ഇത് മഹാവൃത്തികെട്ട ഏർപ്പാടാണ്. ഇത് നെറികേടാണ്. എന്തുകൊണ്ടാണ് മുഹമ്മദ് കാണിച്ചു തന്ന മഹത്തായ മാതൃക നിങ്ങൾ ആരും പിന്തുടരാത്തത്? എന്തേ? ഒരു വീട്ടിൽ പോയിട്ട് 5 വയസ്സുള്ള കുഞ്ഞിനെ ഒന്ന് കല്യാണം ആലോചിച്ചൂടായിരുന്നോ? പോയ കാലിൽ നടന്നു വരില്ല, മുടന്തനായിട്ടേ തിരിച്ചു വരും. അവർ അട്ടിച്ചോടിച്ച് അവിടെ കെട്ടിയിടും. 53കാരനായിട്ടുള്ള ഒരു റിട്ടയർഡ് അധ്യാപകൻ പോകട്ടെ 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കല്യാണം ആലോചിക്കാൻ. ഇന്ന് എന്താ മാതൃക ഒന്നും നിങ്ങൾക്ക് വേണ്ടാത്തത്? വളർത്തുമകന്റെ ഭാര്യയെ കെട്ടിയാൽ നിന്ന് നാട്ടുകാരെടുത്ത് പെരുമാറും. അതല്ലെങ്കിൽ പ്രവാചകൻ മലമൂത്ര വിസർജനം ചെയ്യുന്നത് പോലും അതേപോലെ തന്നെ അനുകരിക്കുന്ന, പ്രവാചകൻ തൂറാനിരുന്നപ്പോൾ എത്ര മുക്കിയിട്ടുണ്ട് എന്ന് നോക്കുന്ന അടിമകൾ. പ്രവാചകന്റെ മലമൂത്ര വിസർജനം 14 വർഷം പിന്നാലെ നടന്ന് കണ്ടു. പ്രവാചകൻ എത്ര മുക്കിയെന്ന്. എന്നിട്ട് അതിലെ ഒരു കഷ്ണത്തിന് വേണ്ടിയിട്ട് പിന്നാലെ നടന്നു. അത് ഭൂമി വിഴുങ്ങി എന്ന് പറയുന്ന ആളുകളല്ലേ നിങ്ങളൊക്കെ? മുഹമ്മദിനേക്കാൾ ധാർമ്മിക ബോധം ഇന്നത്തെ മനുഷ്യർക്കുണ്ട്. അതുകൊണ്ടാണ് വളർത്തുമകൻ സ്വന്തം മകനാണ് എന്ന് പറയുന്നത്. വളർത്തുമകന് സമമായിട്ട് കാണിക്കണ്ട. വളർത്തുമകനെ സമമായിട്ട്, വളർത്തുമകൻ എന്ന ഒരു ലേബൽ അവിടെ ഇരിക്കട്ടെ. അല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെ നമ്മുടെ മക്കളായിട്ട് കാണാനാ. മുഹമ്മദിനെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ ഈ വളവള പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നതൊക്കെ റെഫറൻസാ. വളർത്തുമകനെ സ്വന്തം മക്കളിൽ നിന്നും വേർതിരിച്ച് കാണരുത് എന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഓക്കെ, നമുക്കൊരല്പമെങ്കിലും ഒരു റെസ്പെക്ട് തോന്നിയേനെ ഈ മതത്തോട്, ഈ ആശയത്തോട്, ഈ പരിവാചകനോട്. നമസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്ന് പോലും പഠിപ്പിക്കാത്ത, എത്ര നോമ്പ് പിടിക്കണം, എങ്ങനെ പിടിക്കണം, ആര് പിടിക്കണം, എന്തിന് സക്കാത്ത് കൊടുക്കണം, എത്ര കൊടുക്കണം, എന്ത് ഇനങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പോലും പറയാൻ സമയം കിട്ടാത്ത ഈ പടച്ചോനെ മുഹമ്മദിനെ കൊണ്ട് സ്വന്തം മകളെ പോലെ കരുതേണ്ടവളെ വിവാഹം കഴിപ്പിക്കാൻ വ്യഗ്രത കാണിക്കാൻ ഖുർആനകത്ത് വചനമിറക്കാൻ അറിയാമായിരുന്നല്ലേ? അല്ലേ? എന്നിട്ട് ഇപ്പൊ പറയുക ആയിഷയ്ക്ക് പരാതിയില്ലായിരുന്നു, സൈനബിന് പരാതിയില്ലായിരുന്നു, സൊഫിയയ്ക്ക് പരാതിയില്ലായിരുന്നു. ചോദിക്കട്ടെ, 6 വയസ്സുകാരി ചെന്ന് ആരോടാ പരാതി പറയേണ്ടത്? എന്ത് പരാതിയാണ് 6 വയസ്സുകാരി പറയേണ്ടത് ഈ കാമഭ്രാന്തനെ സംബന്ധിച്ച്? ശേഷം പറയാലോ, എന്തുകൊണ്ട് പറഞ്ഞില്ല? രേഖപ്പെട്ടിട്ടുണ്ടോ? എത്ര ഭാര്യമാരെ കല്യാണം കഴിച്ചു? ഏതെങ്കിലും ഒരു ഭാര്യ പരാതിപ്പെട്ടതായി ചരിത്രത്തിൽ എവിടെയെങ്കിലും രേഖപ്പെട്ടിട്ടുണ്ട്? അത് പറയുക. അല്ല മുസ്ലിമെ, ചെവി കൊണ്ടല്ലേ സുഹൃത്തെ കേൾക്കുന്നത്? സൈനബിനെ വിവാഹം കഴിക്കണം. ഒരു മിനിറ്റ്. സൈനബിനെ വിവാഹം കഴിക്കാൻ ഇദ്ദേഹം ആഗ്രഹിച്ച ഉടനെ തന്നെ ആയിഷ എതിർത്ത സംഭവമല്ലേ തൊബിരിയിൽ നിന്ന് ഞാൻ പറഞ്ഞത്? അതിനെ സിസ്റ്റർ പറഞ്ഞു കൊടുക്ക്. പറഞ്ഞതല്ല, അതിന് കല്യാണം കഴിഞ്ഞു, അതിനുശേഷം ഏതെങ്കിലും ഭാര്യമാർ പരാതിപ്പെട്ടതായിട്ട് ഈ കല്യാണം കഴിക്കണതിനെ പറ്റിയിട്ടില്ല. ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭാര്യമാരെ ബുദ്ധിമുട്ടിച്ചതായി ഏതെങ്കിലും ഭാര്യമാർ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയുക. ഞാൻ പറയാം ഇപ്പൊ തന്നെ പറയാം. മുസ്ലിം അവിടെ നിന്ന് കേട്ടോനെ. സുനൻ അൽ-മജ 1972 നമ്പർ ഹദീസ്. ഉർവ പറഞ്ഞു ആയിഷ പറഞ്ഞു എന്നോട്, സൗദ ബിൻ ദന വയസ്സിയായപ്പോൾ അവൾ തന്റെ ഊഴ ദിവസം ആയിഷയ്ക്ക് നൽകി. അതുമൂലം അവൾ തലാഖ് ചെയ്യപ്പെടുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതും അവൾ തന്നെ ഒഴിവാക്കി.
എന്താണെന്ന കാര്യം മനസ്സിലായോ? മുഹമ്മദിന് 50 വയസ്സുള്ളപ്പോ ഖദീജ മരിച്ചു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നിക്കാഹ് ചെയ്ത സ്ത്രീയാണ് സൗദ ബിൻ സമ. സൗദ ബിൻ സമയ്ക്ക് തൂക്കം കൂടി, വയസ്സായി. അപ്പൊ ആ പുള്ളിക്കാട്ടിയുടെ ഊഴത്തിൽ അവളുടെ കൂടെ പോയിട്ട് കിടക്കാനായിട്ട് പുള്ളിക്ക് ഇഷ്ടമില്ല. അങ്ങനെ അവളെ തഴഞ്ഞു, അവളെ വീട്ടില് പുറത്താക്കി. അവളുടെ റേഷൻ അവൾക്ക് കിട്ടാതായി. കാരണം കൂടെ കിടന്നാലേ റേഷൻ ഉള്ളൂ എന്നല്ലേ, അങ്ങനെയാണല്ലോ നിയമം നിങ്ങളുടെ. അത് നിങ്ങൾക്കറിയാമോ? ഭാര്യ കൂടെ കിടക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അന്നത്തേക്കുള്ള അവളുടെ റേഷൻ കൊടുക്കണ്ട എന്നാണ് ഫത്തൂൽ മുനീറിൽ പറഞ്ഞിരിക്കുന്നത്. വായിച്ചിട്ടുണ്ടോ? അപ്പോ ഈ സ്ത്രീക്കൊന്നും കിട്ടാതായി. കാരണം കൂടെ കിടക്കുന്നില്ല. സുഖം കൊടുത്താലേ ഇങ്ങോട്ട് വയറ്റിലേക്കുള്ളത് കിട്ടത്തുള്ളൂ. അപ്പോ അവരെന്ത് ചെയ്തു? ബുദ്ധിപൂർവ്വം ആ സ്ത്രീ പോയിട്ട് ഐഷയോട് പറഞ്ഞു. കാരണം ഐഷയാണല്ലോ പ്രിയ പത്നി. പറഞ്ഞു, ഐഷ, എന്റെ ഊഴം കൂടെ നീ എടുത്തു. അപ്പൊ നിനക്ക് 11 ഭാര്യമാർക്ക് 11 ദിവസം കൂടുമ്പോഴാണ് ഒരു ഊഴം വരുന്നത്. ഊഴം എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് കരുതുന്നു. അപ്പൊ ഐഷയ്ക്ക് ഇപ്പൊ 2 ദിവസം ഊഴം വരും. സൗദയുടെ ഊഴം കൂടെ അവൾക്ക് കിട്ടുകയാണ്. അപ്പൊ അവൾക്ക് സന്തോഷം. അപ്പൊ അവളോട് പറഞ്ഞു, എന്റെ ഊഴം നീ എടുത്തു. അങ്ങനെ നീ ഭർത്താവിനെ കൊണ്ട് സമ്മതിപ്പിച്ച്, നിനക്ക് 2 ഊഴാണെങ്കിൽ പുള്ളിക്ക് സന്തോഷാകും. അങ്ങനെ എന്നെ തലാഖ് ചൊല്ലലിൽ നിന്ന് ഒഴിവാക്കണേ. എനിക്ക് എന്റെ റേഷനോ എനിക്ക് എന്തെങ്കിലും കിട്ടാനുള്ളത്, എനിക്ക് കഞ്ഞി കുടിക്കാനല്ലേ 2 കപ്പ് കുടിച്ചു തിന്നാനായിട്ട് ഉള്ള വഴി മുടക്കരുത്. അതുകൊണ്ട് എന്റെ ഊഴം കൂടെ നിങ്ങളെടുത്തു എന്ന് പറഞ്ഞാല് ഒരു പ്രവാചകനെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യന്റെ, ഒരു ഭാര്യയുടെ സ്ഥിതി. അവൾക്ക് 2 പേരിനെ റൊട്ടി തിന്നാൻ വേണ്ടിയിട്ട് അവള്, അല്ലെങ്കിൽ തലാഖ് ചൊല്ലി അവള് റോഡിലാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും 14 വയസ്സുള്ള പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് ബെഗ് ചെയ്യുകയാണ്, കേഴുകയാണ്. എന്റെ ഊഴം നീ എടുത്തു. അങ്ങനെ നിന്നെ സന്തോഷിപ്പിക്കുക മൂലം, നബിക്ക് സന്തോഷമാകുന്നത് മൂലം എന്നെ തലാഖ് ചൊല്ലിന് ഒഴിവാകണം. ഇതാണ് ഭാര്യയുടെ അവസ്ഥ. ഇത് 1. ഇനിയും കേൾക്കണം. ഉടനെ അള്ളാഹു ആയത്തിറക്കി. അള്ളാഹു ഇങ്ങനെ ആയത്തം കൈപ്പിടിച്ചുകൊണ്ട് തിരിക്കുക. ഇതാ പിടിച്ചു ആയത്ത്. ഖുർആൻ 4:128. ഇപ്പൊ മുഹമ്മദ് ഇത് അറിഞ്ഞു. ഐഷ പറഞ്ഞു, രാത്രി പുള്ളി വന്നപ്പം പറഞ്ഞു, ഐഷ പറഞ്ഞു, നമുക്ക് ഇനിയിപ്പോ 11 ദിവസത്തില് 2 ദിവസം എനിക്കുണ്ട്. 2 ദിവസത്തെ ഊഴാണ് ഇപ്പൊ എനിക്ക്. അപ്പൊ 2 പേർക്കും സന്തോഷമായ ഉടനെ ആയത്തിന്റെ കൈപ്പിട്ടോണ്ട് നിൽക്കായിരുന്നു അള്ളാഹു. ആയത്തിറക്കിയത് എന്താണ്? ഒരു സ്ത്രീ 4:128 അന്നീസ 128. ഒരു സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്നും ലൈംഗിക കാര്യത്തിൽ ഒഴിവാക്കപ്പെടുമെന്നും അവഗണനയും ഭയപ്പെട്ടാൽ അല്ലെങ്കിൽ നേരിട്ടാൽ അവർ പരസ്പരം ഒത്തുതീർപ്പിലെത്തുന്നതായിരിക്കും നല്ലത്. എങ്ങനെയുണ്ട്? അള്ളാഹുവിന്റെ ഒരു ബുദ്ധി നോക്കണേ. ഉടനെ അള്ളാഹു ആയിട്ടിറക്കി. ഇതിൽ പറഞ്ഞ എന്താണ്? ഒരു സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്നും ലൈംഗിക കാര്യത്തിൽ താൻ ഒഴിവാക്കപ്പെടുമെന്നും അവഗണന നേരിടുമെന്നും ഭയപ്പെട്ടാൽ. അപ്പൊ ഇത് 2 പേർക്ക് നേരിട്ടു. ഈ സ്ത്രീ ഈ 2 നേരിട്ടു. അവരുടെ അടുത്തേക്ക് ഇയാള് 3 ദിവസം പോകുന്നില്ല. രണ്ടാമത് അവർക്ക് കൊടുക്കേണ്ട വിറക്, അതൊക്കെ ഉണ്ട്. വിറകിനുള്ള കാശ്, തൊട്ടി ചുട്ടണമെങ്കിൽ വിറക് വേണ്ടേ, മാവ്, ഇതിനുള്ള കാശ് കൊടുക്കണ്ടേ? ഇതൊന്നും കിട്ടുന്നില്ല. അപ്പോ അവഗണനയും നേരിട്ടു. ലൈംഗിക കാര്യത്തിൽ ഒഴിവാക്കപ്പെട്ടപ്പോൾ ആ സ്ത്രീ സ്വയമായിട്ടാണ് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്തത്. കഞ്ഞി കുടിക്കാനായിട്ടെങ്കിലും ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഇവിടെ ഉടനെ അള്ളാഹു പറയുക, അവർ പരസ്പരം ഒത്തുതീർപ്പിലെത്തുകയാണ്. ഇവിടെ പരസ്പരം എവിടെയാ? ആ സ്ത്രീ അത്രയ്ക്ക് താഴ്ന്ന് ഇരുന്നത് കൊണ്ട് ഇവർക്കത് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെയായി. ഈ സ്ത്രീ അടുത്ത് പോവുകയും വേണ്ട, ഇവളുടെ അടുത്ത് 2 ദിവസം വരികയും ചെയ്യാം. 2 കൂഴം. ഇതാണ് നിന്റെ നബി. മനസ്സിലായോ മുസ്ലിമെ? ഇങ്ങനെ ഇത് ഇനി ഭാര്യമാരെല്ലാരും കൂടി കൂട്ടയടി അടിക്കുന്ന ഹദീസ് വേണമെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വേണോ മുസ്ലിമെ? അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങള് പഠിക്കുന്നത് പോലെയല്ല നിങ്ങൾ പഠിക്കുന്നത്. ഞങ്ങളിവിടെ വിമർശിക്കാൻ വേണ്ടിയല്ല, മനസ്സിലാക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് ഇതില് എന്ത് നന്മയാണ് ഈ മനുഷ്യൻ കാണിച്ചത്, ഈ ഒരു സംഭവത്തിൽ നബി കാണിച്ച നന്മ എന്താണ്? എന്താണ് മുസ്ലിം പറയൂ, എന്താണ്? പറഞ്ഞ രീതിയിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും
ആയിഷ റളിയല്ലാഹുവിന്റെ ഉപ്പ ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ മകളെ കെട്ടിച്ചു കൊടുക്കൂലായിരുന്നു. പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. എന്തുകൊണ്ട് ഇതൊക്കെ അവർ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. ഞാൻ ചോദിച്ചത് ഈ വായിച്ച സംഭവത്തിൽ നിങ്ങളല്ലേ അല്ലാതെ മുസ്ലിമേ പിടിച്ചു വലിച്ചുകൊണ്ട് കല്യാണം കഴിക്കല്ല. അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അനുയായികള് അവരുടെ മക്കളെ വരെ സ്വഭാവത്തിന്റെ ഗുണം ഇതാണ്. ഇപ്പൊ കണ്ട തയ്യാറാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയുക? ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവരാരും പരാതി പറഞ്ഞില്ല എന്നുള്ളതിന്റെ തെളിവ് എവിടെ? വായിച്ചു. ഒരു പരാതിയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പരാതി പറഞ്ഞതിനെ പറ്റിയുള്ള അഭിപ്രായമല്ലേ? അതാ ഞാൻ പറഞ്ഞു, നമ്മൾ പറയുന്നതൊന്നും കക്ഷി കേൾക്കുന്നില്ല. തല പോവും അബൂബക്കറിന്റെ. ചെറിയ ചെറിയ പരാതികൾ സ്ത്രീകളിൽ ഉണ്ടാവും. അല്ലാതെ ഒരു വിമർശനം എന്നുള്ള രീതിയിൽ ഒരു മുസ്ലിമേ അവിടെ നിക്ക് മോനെ, ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ട് വേണം വന്നിരുന്ന് ഛർദിക്കാൻ കേട്ടാ. പ്രവാചകൻ ആദ്യമായി അബൂബക്കറിനോട് പറയുന്നു, ഗ്രന്ഥങ്ങൾ എടുക്ക്, ബുഖാരിയും മുസ്ലിമും ഒക്കെ ഒന്ന് വായിച്ചിട്ട് വായോ. മോളെ കെട്ടിച്ചേരാൻ പറഞ്ഞ ഉടനെ എന്താ പറഞ്ഞെന്നറിയാമോ? നമ്മൾ തമ്മിൽ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ അതിൽ നിന്നും സ്കിപ്പ് ചെയ്തപ്പോൾ ഒരു സ്വപ്നത്തിന്റെ കള്ളക്കഥയുമായി പ്രവാചകൻ വരികയാണ് ചെയ്തത്. പിന്നെ പ്രവാചകന്റെ ഭാര്യമാര് പറഞ്ഞ പരാതിയല്ലേ ഇപ്പൊ ലീ സിസ്റ്റർ വായിച്ചതൊക്കെ? ലീ സിസ്റ്റർ വായിച്ചതും തൊബിരിയിൽ പറഞ്ഞതുമൊക്കെ ഇത് തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ള മകളെ ഒരു യഹൂദ പുരുഷനുമായി വിവാഹം ആലോചിച്ചിരുന്നു. ആരെ? അത് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി എന്നുള്ള കാരണത്താൽ ആ വിവാഹബന്ധം വേർപ്പെട്ടതിന് ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. തെളിവ് വെച്ചു. ഞാനവിടെ പറഞ്ഞ തെളിവ് വെച്ചു. ജാന്റെ ടീച്ചർ പറഞ്ഞ തെളിവ് വെച്ചു. നിങ്ങൾക്ക് ഈ പറഞ്ഞ നല്ല തെളിവുണ്ട്. അതേ പറഞ്ഞത് മുസ്ലിമെ വീണ്ടും ഞങ്ങള് പറയുകയാണ്. ലീ സിസ്റ്ററെ മുസ്ലിം പറഞ്ഞതിന്റെ തെളിവ് കേട്ടോ? ലീ സിസ്റ്റർ കേട്ടോ? നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു കാര്യമാണ്. ആയിഷയെ ഡിവോഴ്സ് ചെയ്തതായിരുന്നു ആദ്യത്തെ ഭർത്താവ്. രണ്ടാമതാണ് അത്രേ മുഹമ്മദ് കെട്ടിയത്. ആരോടാ ചോദിക്കേണ്ടത്? ചാറ്റ് GPT ഒന്നും ഇവിടെ വേണ്ട. ഇവിടെ മുസ്ലിം അല്ല ഈ വിഷയം പറഞ്ഞത്. ചാറ്റ് GPTയും ജെമിനിയും ഒന്നും ഇവിടെ ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു അറിവാണ്. ആയിഷ ഡിവോഴ്സി ആയിരുന്നോ? ആയിഷയെ ആദ്യം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നോ? കല്യാണം കഴിച്ചതായിരുന്നോ? വിവാഹം ആലോചിച്ചിരുന്നു. നിങ്ങളല്ലേ പറഞ്ഞത് വിവാഹമോചനം നേടിയ ആളായിരുന്നു. എന്താ മാറ്റി പറയുന്നേ? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് വിവാഹമോചിതയായിരുന്നെന്ന്? പുരുഷനുമായി വിവാഹം എനിക്ക് മാതൃകാ പുരുഷോത്തമന് പറ്റിയ ഏർപ്പാടാണോ മുസ്ലിമേ ഇത്? മുസ്ലിമേ ഇത് അതല്ല. മുസ്ലിമേ ലോകത്തിന് മുഴുവനും മാതൃകയായിട്ടുള്ള ഒരു മുഹമ്മദിന് ഇത് പാടുണ്ടോ? ഇത് ശരിയാകുമോ? അബൂബക്കറിന്റെയും ഉമറിന്റെയും പിന്നെ ഉസ്മാന്റെയും അലിക്ക് മക്കളില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. എല്ലാവരുടെയും മക്കളെയും ഭാര്യമാരെയും ഒക്കെ നടന്ന് കെട്ടുക എന്ന് പറഞ്ഞാല് ഇതൊരു സ്ത്രീലമ്പടത്തുമല്ലേ? കൂട്ടുകാർക്ക് പോലും വിശ്വസിച്ച് കക്ഷിയെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നല്ലേ മനസ്സിലാകുന്നത്? അങ്ങനെയാണെങ്കിൽ പോലും ഇവരൊക്കെ എന്താ പോയി കെട്ടിക്കോന്ന് പറഞ്ഞോ? ആയിഷ വീട് പൊര നിറഞ്ഞു നിന്ന പെണ്ണായിരുന്നോ? ഞാൻ കെട്ടട്ടെ എന്ന് ചോദിച്ച അവസാനം ഒരു സ്വപ്നത്തിന്റെ കള്ളക്കഥയും പറഞ്ഞ് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ള വെളിപാടും ഇറക്കിയിട്ടാ കെട്ടിയത്. കല്യാണം കഴിച്ചു കൊടുത്തു. താങ്കൾക്ക് എന്താണ് അതിന് പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ട്. ഇപ്പോഴാണ് മുസ്ലിം പോയിന്റിലേക്ക് വന്നത്. എന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? മാതൃകാ പുരുഷോത്തമന് ചേർന്ന പണിയല്ല ഇത്. ഇത് ശുദ്ധ തെമ്മാടിത്തരമാണെന്നാണ് ഞാൻ പറയുന്നത്. അതെ അതെ മുസ്ലിമെ, നിങ്ങൾ ചോദിച്ചില്ലേ ഭാര്യമാർക്ക് ഒരു കംപ്ലൈന്റും ഉണ്ടായിരുന്നില്ല. ഇതാ കേട്ടോ അടുത്ത ഹദീസ് കേട്ടോ. സഹീഹായ ബുഖാരി വോളിയം 3 ബുക്ക് നമ്പർ 47 ഹദീസ് നമ്പർ 755. ഇത് യൂതന്മാർ എഴുതിയതല്ല, ക്രിസ്ത്യാനി എഴുതിയതല്ല, ഞാൻ എഴുതിയതല്ല. സഹീഹായ ബുഖാരിയാണ്. ഹദീസ് നമ്പർ 755. പോയി വായിച്ചു നോക്കാം. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നബിയുടെ ഭാര്യമാർ 2 ഗ്രൂപ്പായിരുന്നു. ആയിഷ, ഹഫ്സ, സഫിയ, സൗദ എന്നിവർ ഒരു ഗ്രൂപ്പിലും സൽമയും ബാക്കിയുള്ളവരും മറ്റേ ഗ്രൂപ്പിലും. മുഹമ്മദിന് ഏറെ ഇഷ്ടം ആയിഷയോടായിരുന്നു. ആയിഷയുടെ ഊഴ ദിവസം മുഹമ്മദ് അവളുടെ വീട്ടിലിരിക്കുമ്പോൾ ധാരാളം ആളുകൾ അദ്ദേഹത്തിന് സമ്മാനങ്ങളുമായി വരുമായിരുന്നു.
നബിയെ കാണാനായി എത്തുന്നവർ സമ്മാനങ്ങളും കൊണ്ടുവന്ന് ആ സമ്മാനങ്ങൾ ആയിഷ എടുക്കും. ആളുകൾ ഇങ്ങനെ ആയിഷയുടെ ഊഴനാൾ കാത്തിരുന്ന് സമ്മാനങ്ങളെല്ലാം അവൾക്കായി കൊണ്ടുവന്ന് കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് പറഞ്ഞ ബാക്കി ഒരു ദിവസം സമ്മാനമൊന്നുമില്ല. സൽമയുടെ വീട്ടിൽ പോകുമ്പോൾ സമ്മാനം ഇല്ല, മൈമുനയുടെ വീട്ടിൽ പോകുമ്പോൾ സമ്മാനം ഇല്ല. അങ്ങനെ സൽമയ്ക്ക് ഇത് വളരെ ദേഷ്യമുണ്ടാക്കി. ഓരോ ദിവസവും നബിയോട് അവൾ പറയും, താങ്കൾ ഏത് ഭാര്യയുടെ വീട്ടിലാണോ ആ വീട്ടിലേക്ക് മുസ്ലിങ്ങൾ സമ്മാനങ്ങളുമായി വരട്ടെ, അങ്ങനെ എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടട്ടെ, ആയിഷയ്ക്ക് മാത്രം കിട്ടുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെ പലതവണ പറഞ്ഞിട്ടും നബി ഒന്നും ചെയ്തില്ല. സൽമ പറഞ്ഞു. പക്ഷെ സൽമ സ്വൈരം കെടുത്തിയപ്പോൾ നബി പറഞ്ഞു, സൽമ നിനക്കറിയാമോ, ആയിഷയുടെ ഉടുപ്പിടുമ്പോൾ മാത്രമാണ് എനിക്ക് വഹി കിട്ടാറുള്ളത്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, സൽമ ഡു നോട്ട് ഹാം മീ റിഗാർഡിംഗ് ആയിഷ എന്നുള്ളത് സംഗതിയല്ല. വഹി കിട്ടുന്നുള്ളത് ദൈവത്തിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ശ്രീരംഭടനായിരുന്നെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവല്ലോ. ശ്രീരംഭടനായ ഞാൻ വായിക്കുന്നത് മുസ്ലിമെ നീ മനസ്സിലാക്കിക്കോ, നിന്റെ ശ്രീലംബടനാണോന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഡു നോട്ട് ഹാം മീ റിഗാർഡിംഗ് ആയിഷ as the divine inspiration do not come to me on anyone else's dress except in the dress of Aisha. ആയിഷയുടെ ഉടുപ്പിടുമ്പോൾ മാത്രമാണ് എനിക്ക് വഹി ഇറങ്ങാറുള്ളത്. അതുകൊണ്ട് സൽമയെ പേടിപ്പിക്കുകയാണ്, നീ ആയിഷയെ പറ്റി ഒന്നും പറയരുത് എന്ന് പറഞ്ഞാൽ സമ്മാനമൊക്കെ അവളെ തന്നെ കിട്ടേണ്ടതാണ്. നല്ല ഒന്നാന്തരം ഭർത്താവാണ്. എന്നിട്ട് ഒരുപാട് രേഖപ്പെട്ട കാര്യമാണ്. ആയിഷയുടെ കൂടെ നിൽക്കുമ്പോൾ കൂടുതൽ ദിവസവും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവത്തിന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ്. അത് ഹദീസുകളുടെ രേഖപ്പെട്ട സംഗതിയാണ്. അപ്പൊ നിങ്ങൾ ഈ ചിത്രീകരിക്കുന്ന ഒരു പ്രവാചകന് ഒരിക്കലും ആ രീതിയിലാവാൻ കഴിയില്ല. നിങ്ങൾ ചിത്രീകരിക്കുന്ന പ്രവാചകന് ഒരിക്കലും ദൈവത്തിന്റെ മുന്നിൽ കിടന്ന് കരയാൻ കഴിയില്ല. ഒരു യുവതിയായ സ്ത്രീയായിരുന്നു, വളരെ ചെറുപ്രായമായിരുന്നു. ഇനി ഇവനോട് തെളിവ് പറയണ്ട. അലി സിസ്റ്ററെ കക്ഷിയോട് കക്ഷി പറയുന്നതിന്റെ റെഫറൻസ് ചോദിക്കേ. ഇല്ല, ഇയാൾക്കൊരു റെഫറൻസും ഇല്ല. ഇയാള് ഞാൻ പറഞ്ഞില്ല ഏതോ പൊട്ടക്കഥയൊക്കെ ഈ മസ്താക്കന്മാരെ പഠിപ്പിച്ചു വെച്ച് വന്ന് ഇവിടെ വിളമ്പുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുസ്ലിമെ പോയിട്ട് ഞാൻ പറയുന്ന ഹദീസ് വായിച്ചു നോക്ക്. വിമർശിക്കാനുള്ള റെഫറൻസ് ഒക്കെ കിട്ടിയെങ്കിൽ പക്ഷെ നിങ്ങള് സംഭൂല. കാരണം ഇത് വിറ്റ് ജീവിക്കാണ്. ഇസ്ലാമിനെ വിമർശിച്ച് ജീവിക്കുന്ന ആരിഫ് ഹുസൈനും ജാമിദയും ഇത് വിറ്റ് തിന്നാണ്, അല്ലാതെ റെഫറൻസ് കിട്ടായിട്ടല്ല. നിങ്ങൾ പോയി റെഫറൻസ് എടുത്തോണ്ട് റെഫറൻസ് കിട്ടി അംഗീകരിക്കൂല. കാരണം ഇത് വിമർശിച്ച് 100 വട്ടം അംഗീകരിക്കും, 100 വട്ടം അംഗീകരിക്കും, ഒരു പ്രോബ്ലവുമില്ല. ഇതുവരെ മുസ്ലിം പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിന് ഞാനും ലീ സിസ്റ്ററും വെച്ചതുപോലെ ഇന്ന അധ്യായം, ഇന്ന വചനം, ഇന്ന ഹദീസ് ഗ്രന്ഥം പറഞ്ഞോ? ഇപ്പോ ലീ സിസ്റ്റർ പറഞ്ഞ എന്താ? സ്വഹീഹുൽ ബുഖാരിയിലെ അതെനിക്ക് മനസ്സിലായി, ഹദീസ് തീർന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. 2581 ബുഖാരി എടുത്തൊന്ന് നോക്കിയിട്ട് വാ. അപ്പൊ നമ്മൾ തെളിവ് കിട്ടിയാൽ സമ്മതിക്കില്ല, വിമർശിച്ച് ജീവിക്കുന്നു. ഇതൊക്കെ അവസാനത്തെ ആയുധം മാത്രമാണ് അടവ്. ഇതൊക്കെ നിസ്സഹായതയിൽ നിന്ന് ഉടലെടുക്കുന്നതാ. ഇപ്പൊ പ്രവാചകൻ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. പ്രവാചകൻ അങ്ങനെയാണ് എന്നതിന്റെ തെളിവാണല്ലോ ഈ കാണിക്കുന്നതെല്ലാം. ആ ഒരു കാര്യത്തിൽ ഞാൻ തെളിവ് വെച്ചത് ആ പറഞ്ഞ പോയിന്റ് റേഡിയോ പോലെ സംസാരിച്ചോണ്ടിരിക്കുന്ന വെച്ചിട്ടില്ല. ഇത് ഈ സൽമയുടെ വിഷയം ഇത് എങ്ങനെ അവസാനിച്ചതെന്ന് അറിയാമോ? അതും കൂടി കേട്ടോളൂ. അപ്പൊ സൽമ പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ എന്റെ തെറ്റ് പൊറുക്കണേന്ന്. പക്ഷെ സൽമ മിണ്ടാതിരുന്നില്ല. സൽമ ഫാത്തിമയെ കൊണ്ട് ഈ സമ്മാന വിഷയം നബിയോട് വീണ്ടും ശുപാർശ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നബി ഫാത്തിമ മകളാണല്ലോ, മകളോട് തിരിച്ചു പറഞ്ഞു, എന്റെ മകളെ, ഞാൻ ഇഷ്ടപ്പെടുന്നവളെ നീയും ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന് പറഞ്ഞ നബിക്ക് ഇത്ര ഭാര്യമാരുണ്ടെങ്കിലും ആയിഷ മാത്രമേ പുള്ളിക്ക് ഇഷ്ടമുള്ളൂ. വെരി വെരി സെൽഫിഷ്.
കാരണം നബി പിന്നീട് സല്ലല്ലാഹു അലൈഹി സൽമ വസല്ലമയെ എത്രത്തോളം ഭാര്യമാര് സ്നേഹിച്ചിരുന്നൊക്കെ മനസ്സിലായി. കേൾക്ക് ഇത് ഞാൻ എന്തിനാ എഴുതിയത്? ബുഖാരിയല്ലേ? പിന്നീട് പറയുന്ന സൽമ കാര്യങ്ങളിൽ നിന്ന് സൈനബ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് സയ്യിദിന്റെ ഭാര്യയായിരുന്ന സൈനബയോട് സമീപിച്ചു സൽമ. എന്നിട്ട് അവളോട് പറഞ്ഞു, സമ്മാനങ്ങൾ തുല്യമായി വീതിക്കപ്പെടണമെന്ന് നബിയോട് പറയുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സൈനബ് നബിയോട് സംസാരിക്കുവാൻ ആയിഷയുടെ വീട്ടിൽ ചെന്നു. നബിയുടെ മുമ്പിൽ വെച്ച് ആയിഷയോട് കടുത്ത വാക്കുകളിൽ അവൾ കാര്യം പറഞ്ഞു. ആര്? സൈനബ, എക്സ് വൈഫ്, സയ്യിദിന്റെ മുൻ ഭാര്യ. അവൾ ശബ്ദം കൂട്ടി ആയിഷയെ വളരെ ചീത്ത പറഞ്ഞു. അവളുടെ മുഖത്ത് നോക്കി വളരെ ശകാരിച്ചു. അപ്പോൾ നബി ആയിഷയുടെ മുഖത്തേക്ക് അവളുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ നോക്കി. നബിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ, പെണ്ണുങ്ങൾ തമ്മിലാണ്. അവൾ തിരിച്ചടിക്കുമോ എന്നറിയാൻ നോക്കി. ആയിഷയാകട്ടെ ഇരട്ടിയായി പ്രതികരിച്ചു. തന്റെ വലിയ ശബ്ദത്തിൽ അവൾ തിരിച്ച് ചീത്ത പറഞ്ഞ് സൈനബിന്റെ വായടപ്പിച്ചു. അത് കേട്ട് സ്തബ്ധനായി പോയ നബി ഇങ്ങനെ പറഞ്ഞു, നീ തീർച്ചയായും അബൂബക്കറിന്റെ മകള് തന്നെ. പെണ്ണുങ്ങൾ തമ്മിൽ വഴക്കടിക്കുകയാണ്, ഇയാള് മിണ്ടാതിരുന്ന് നോക്കി തമാശ കാണുകയാണ്. അപ്പൊ ഈ ഭാര്യമാർക്ക് ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു അല്ലേ? അബൂബക്കർ വായ തൊന്നത്തെറിയ പറയത്തുള്ളൂ. അതുപോലെ ആളാണ് ഇവളുടെ ഭർത്താവ് ശബ്ദം ഒരു ഭർത്താവിനെ വായിച്ച് പഠിച്ചാലല്ലേ അറിയുള്ളൂ. ലഹരിയിൽ മുഴുകി വരുന്ന ഭർത്താക്കന്മാരുണ്ട്, അവരൊക്കെ ഭാര്യമാരെ അടുപ്പിക്കോ? അതുപോലെ എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഭാര്യമാർ ഇത്രത്തോളം സ്നേഹിച്ചു? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക അദ്ദേഹം മാതൃകാ പുരുഷനായിരുന്നു എന്ന്. അടിമയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാൻ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മുഹമ്മദിന്റെ അടിമയായിട്ട് ജീവിച്ചു. നിങ്ങൾ വായിക്കണ്ട, പഠിക്കണ്ട, ഒന്നും അറിയണ്ട. മുഹമ്മദിനെ തലക്കേറ്റ് വെച്ചുകൊണ്ട് നടന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. മുസ്ലിമെ ഏത് ഭാര്യയാണ് മുഹമ്മദിനെ സ്നേഹിച്ചതിന് ഒരു തെളിവ്